നമസ്കാരം, ഞാൻ ഡോക്ടർ നിഷ എസ്തരൻ. നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള യൂണിവേഴ്സിറ്റിയുടെ 1-ാം വർഷ ബി.എഡ് പ്രവേശനത്തിന് അപേക്ഷ നൽകാനുള്ള അവസാന തീയതി 1/7/2025 വരെ ദീർഘിപ്പിച്ചിരിക്കുകയാണ്. കേരള സർവകലാശാലയോട് അഫിലിയേറ്റ് ചെയ്തിട്ടുള്ള ഗവൺമെൻറ്, എയ്ഡഡ്, സ്വാശ്രയം, അതുപോലെ തന്നെ KUCTE കോളേജുകൾ തുടങ്ങിയവയിലേക്ക് 2025-26 അധ്യയന വർഷത്തിലേക്ക് നടക്കുന്ന അഡ്മിഷനാണ് അപേക്ഷ സമർപ്പിക്കാനുള്ള തീയതി ജൂലൈ 1-ാം തീയതി വരെ ദീർഘിപ്പിച്ചിരിക്കുന്നത്. നിലവിൽ ബിരുദാനന്തര ബിരുദ വിദ്യാർത്ഥികൾക്ക്, അതായത് PG അവസാന വർഷം പഠിക്കുന്ന കുട്ടികൾക്ക് കഴിഞ്ഞ വർഷങ്ങളിലെ പോലെ അപ്ലൈ ചെയ്യാൻ സാധിക്കില്ല എന്നൊരു സെൻറ്റൻസ് കൂടി പ്രോസ്പെക്ടസിൽ കണ്ടിരുന്നതിനാൽ പലരും അപ്ലൈ ചെയ്യാതിരിക്കുകയായിരുന്നു. എന്നാൽ ഇന്ന് യൂണിവേഴ്സിറ്റി വിദ്യാർത്ഥികൾക്ക് വളരെയധികം സന്തോഷം നൽകുന്ന ഒരു തീരുമാനമാണ് എടുത്തിരിക്കുന്നത്. PG 4-ാം സെമസ്റ്റർ പഠിച്ചുകൊണ്ടിരിക്കുന്നവർക്കും ഉടനെ തന്നെ അവരുടെ എക്സാം കഴിയും എന്നാണ് അറിയാൻ കഴിയുന്നത്. TC കിട്ടുന്ന മുറയ്ക്ക് അവർക്കും അഡ്മിഷൻ എടുക്കാൻ കഴിയും. അപ്ലൈ ചെയ്യാനുള്ള ഒരു അവസരം അവർക്ക് കൂടി യൂണിവേഴ്സിറ്റി നൽകുകയാണ്. എപ്പോഴും വിദ്യാർത്ഥികളോടൊപ്പം നിൽക്കുന്ന യൂണിവേഴ്സിറ്റി എന്നുള്ള നിലയിൽ കേരള യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഇങ്ങനെ ഒരു തീരുമാനം ഉടനെ തന്നെ ഉണ്ടാകുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ച് കാത്തിരിക്കുകയായിരുന്നു. ചാനലിൽ തന്നെ ഒരുപാട് കമൻറ്റുകൾ വരുന്നുണ്ടായിരുന്നു. കുട്ടികൾ വളരെ സങ്കടത്തോടൊക്കെ തന്നെ ചോദിക്കുന്നുണ്ടായിരുന്നു ഞങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ കഴിയുമെന്ന്. ഇന്നിപ്പോൾ അതിനൊരു വളരെ പോസിറ്റീവായ ഒരു അപ്രോച്ച് യൂണിവേഴ്സിറ്റിയുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ടുണ്ട്. അവസാന വർഷ PG ചെയ്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഈ ഒരു തീരുമാനം നേരത്തെ തടസ്സം നേരിട്ടിരുന്നതിനാൽ പലരും അപ്ലൈ ചെയ്യാതെ വെയിറ്റ് ചെയ്തിരുന്നു. അപ്പോൾ അവരൊക്കെ തന്നെ എത്രയും പെട്ടെന്ന് ആപ്ലിക്കേഷൻ കൊടുക്കേണ്ടതാണ്. 1-ാം തീയതി വരെ നീട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ KUCTകളിലെ മാനേജ്മെൻറ്റ് കോട്ടയിലേക്കുള്ള ആപ്ലിക്കേഷനും സ്വീകരിക്കുന്ന വിൻഡോ ആക്റ്റീവാണ്. ഇന്നലെ ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു. ഇന്നിപ്പോൾ നമുക്ക് 2500 രൂപ അഡീഷണൽ ഫീസ് അടച്ച് നമുക്ക് ആ കോട്ടയിലേക്കും അപ്ലൈ ചെയ്യാവുന്നതാണ്. ഡിഗ്രി ഫൈനൽ ഇയർ കഴിഞ്ഞ് ഇപ്പോൾ റിസൾട്ടൊക്കെ ആയി നിൽക്കുന്നവർ പലരും വളരെ പ്രതീക്ഷയോടുകൂടി ഇരിക്കുകയായിരുന്നു. കാരണം അപ്ലൈ ചെയ്യുന്ന വലിയൊരു ഭൂരിഭാഗം കുട്ടികൾ PG കഴിഞ്ഞവരായിരിക്കും എന്നുള്ളൊരു ട്രെൻഡ് വർഷങ്ങളായിട്ടുള്ളതാണ്. അപ്പോൾ അവർക്ക് അപ്ലൈ ചെയ്യാൻ കഴിയാതെ വരുന്നത് കൊണ്ട് തന്നെ ഡിഗ്രിക്കാർക്ക് കൂടുതൽ പ്രവേശന സാധ്യത ഉണ്ടാവുമെന്ന് പ്രതീക്ഷിച്ചിരിക്കുകയായിരുന്നു പലരും. പക്ഷേ ഇപ്പോൾ PGക്കാർക്ക് കൂടി അപ്ലൈ ചെയ്യാമെന്ന് വന്നതുകൊണ്ട് തന്നെ സീറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള മത്സരം കൂടുതൽ ശക്തമാവുകയാണ്. PGക്കാരോട് അപ്ലൈ ചെയ്യുന്നതോടുകൂടി ആപ്ലിക്കൻസിൻ്റെ എണ്ണം വളരെയധികം കൂടുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ പലരും മാർക്ക് കുറവുണ്ട് എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ, അതായത് കഴിഞ്ഞ വർഷത്തെ ഒരു ഇൻഡെക്സ് മാർക്കിൻ്റെ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു നേരത്തെ, അതൊന്ന് കൃത്യമായി കണ്ടു നോക്കണം. കാരണം കുറച്ച് ദിവസങ്ങളായി അത്രയും ഇൻഡെക്സ് മാർക്ക് വേണ്ടി വരില്ല അഡ്മിഷൻ എന്ന് വേണ്ടിയുള്ളൊരു പ്രതീക്ഷയോടുകൂടി കുട്ടികൾ നിൽക്കുകയായിരുന്നു. പക്ഷേ PGക്കാർ അപ്ലൈ ചെയ്യുന്നതോടുകൂടി ഇൻഡെക്സ് മാർക്ക് ഏകദേശം ആ ഒരു ലെവലിൽ തന്നെ ആയിരിക്കും ഇപ്പോഴും അഡ്മിഷൻ നടക്കാൻ സാധ്യത. അപ്പോൾ അങ്ങനെയാണ് മാർക്ക് കുറവുണ്ട് എന്നുള്ളവർ മാനേജ്മെൻറ്റ് സീറ്റുകളിലേക്ക് തിരഞ്ഞെടുക്കാനായിട്ട് പ്രൈവറ്റ് കോളേജുകൾ, അതായത് സെൽഫ് ഫിനാൻസിങ് കോളേജുകളിൽ മാനേജ്മെൻറ്റ് സീറ്റുകൾക്ക് ബുക്കിംഗ് നടക്കുകയാണ്. അപ്പോൾ അങ്ങനെ കിട്ടില്ല എന്ന് ഉറപ്പുള്ളവർ മാനേജ്മെൻറ്റ് സീറ്റിലേക്ക് ബുക്ക് ചെയ്യണം എന്നുള്ളവർക്ക് ബുക്ക് ചെയ്യാനുമുള്ളൊരു അവസരമാണ്. B.Ed അഡ്മിഷനോടനുബന്ധിച്ചുള്ള നിങ്ങളുടെ സംശയങ്ങളൊക്കെ തന്നെ കമൻറ്റ് ബോക്സിലേക്ക് എത്തിയാൽ മറുപടി തരുന്നതാണ്. ചാനൽ എപ്പോഴും ആക്റ്റീവായിരിക്കാൻ ശ്രദ്ധിക്കുക. കാരണം ഇപ്പോൾ പലപ്പോഴും ഷോർട്സുകളായിട്ടാണ് വീഡിയോസ് ഇടുന്നത്. അപ്പോൾ തന്നെ കിട്ടുന്ന ന്യൂസുകൾ വളരെ പെട്ടെന്ന് നിങ്ങളിലേക്ക് എത്തിക്കുക. കാരണം വളരെ അത്യാവശ്യമായിട്ടുള്ള ഘട്ടങ്ങളാണ്. ഒരുപാട് സമയമെടുത്ത് എഡിറ്റ് ചെയ്തൊന്നും ചെയ്യാനുള്ള ഒരു സാവകാശം ഉണ്ടാവില്ല. അതിനുള്ളിൽ തന്നെ നിങ്ങളിലേക്ക് എത്തേണ്ട ന്യൂസുകളായതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള സ്ക്രീൻഷോട്ട്സ് ഉൾപ്പെടെ വീഡിയോകൾ ഇടുന്നത്. അപ്പോൾ ഷോർട്സുകളായിട്ടും ഇപ്പോൾ വീഡിയോ വരുന്നുണ്ട്. അതൊക്കെ തന്നെ സമയാസമയം നിങ്ങളുടെ കൈകളിലേക്ക് എത്താനായി ചാനൽ ഇടയ്ക്കൊന്ന് വാച്ച് ചെയ്യുകയും അത് സബ്സ്ക്രൈബ് ചെയ്യുകയും കൃത്യമായി ബെൽ ബട്ടൺ ആക്റ്റീവ് ആക്കി ഇടുകയോ ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഏവർക്ക് നിഷാസ് എഡ്യൂക്കേഷൻ ഹബിൻ്റെ ആശംസകൾ.